ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചൊന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല. കണ്ണാടിയിൽ മാത്രമല്ല നമ്മളത് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു. ഏതെങ്കിലും അമ്മമാർ തിരിച്ചു വന്ന് ചിഹ്നം കണ്ടില്ല, ഞാനതുകൊണ്ട് ചെയ്യാതെ വന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയോ ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു ആൾ പോലും ഇല്ല. BJPയോടുള്ള ഒരു ആന്റി വോട്ടുണ്ട് BJP പ്രവർത്തകർക്കിടയിൽ. അപ്പൊ ആ പ്രവർത്തകർക്ക് വന്ന് മറ്റൊരു പാർട്ടിക്കാരൻ വോട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വോട്ടുകൾ കുറയും എന്ന് പറഞ്ഞിരുന്നു. അപ്പം റിസൾട്ട് വരുമ്പോഴും ഏതാണ്ട് അതങ്ങനെ തന്നെയാണ് നൽകുന്നത്. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ടിരിക്കും. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ടിരിക്കും. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്ന ആളുകൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും. UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടിൽ കുറേ വോട്ടുകൾ ഇത്തവണ ചോർന്നു. ഈ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ഒരു ആത്മവിശ്വാസം വോട്ട് പെട്ടിയിലായി, കണക്കുകൂട്ടലുകൾ തകൃതിയായി പാർട്ടികൾ നടത്തുകയാണ്. ഇത്തവണ പാലക്കാടൻ കോട്ട ഇളകുമോ അതോ കോട്ട അതേപോലെ നിലനിൽക്കുമോ? കോട്ട ഇളകുമെന്നാണ് സംസാരിക്കുന്ന BJP നേതാക്കളെല്ലാം പറയുന്നത്. അതേസമയം പിരായിരിയിലെ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ഭൂരിപക്ഷം പഴയതുപോലെ പറയുന്നില്ലെങ്കിലും 5000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് കോൺഗ്രസും പറയുന്നു. മൂന്നാം സ്ഥാനത്തിനായല്ല, രണ്ടാമതുമല്ല, ഒന്നാമതെത്തുമെന്നാണ് CPMന്റെ ആത്മവിശ്വാസം. ഏതായാലും നമുക്കിപ്പോൾ ഒരു പുതിയ കണക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഔദ്യോഗികമായ ഒരു കണക്ക് ലഭ്യമാകുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിടുന്ന കണക്കാണ് അത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒക്കെ പറഞ്ഞ ഒരു കണക്ക് അത് പൂർണ്ണമായും CPMന്റെ ജില്ലാ സെക്രട്ടറി തള്ളുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സൈറ്റിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് പഞ്ചായത്ത് തലത്തിൽ 59,470 വോട്ടുകൾ പോൾ ചെയ്തു എന്നും മുനിസിപ്പാലിറ്റിയിൽ 77,835 വോട്ടുകൾ, ഏതാണ്ട് 1,37,000 വോട്ടുകൾ മൊത്തത്തിൽ, 36,000 വോട്ടുകൾ മൊത്തത്തിൽ പോൾ ചെയ്തു എന്ന ഒരു കണക്ക്, അത് അന്തിമ കണക്കാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കണക്ക് വരുന്നതിന് മുൻപ് വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു. കോട്ട കാക്കുമോ അതോ കോട്ട ഇളകുമോ? ഇതാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ജിജി ജോസഫ് ഉണ്ട്, BJP നേതാവ് കൊച്ചിയിൽ നിന്നും. നിതിൻ കണിച്ചേരി CPM നേതാവ് പാലക്കാട്ട് നിന്നും ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ G ഗോപകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ N ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ ഗോപകുമാറിലേക്ക്. ശ്രീ ഗോപകുമാർ, ഇവിടെ സാർ ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കണക്ക് രാവിലെ മുതൽ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പറയുന്ന ഒരു കണക്കാണ്. അതാണ് ഈ പിരായിരിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് CPMും കോൺഗ്രസും കൊമ്പ് കോർത്തത്. അവർ പറയുന്നത് പിരായിരിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ല എന്ന് കോൺഗ്രസ് രാവിലെ വാർത്താ സമ്മേളനത്തിൽ ഷാഫിയും അടക്കം പറഞ്ഞു. അതിനെ ಖಂಡಿച്ചുകൊണ്ടാണ് പിന്നീട് CPMന്റെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത്. നഗരമേഖലയിൽ കൂടിയെന്നും കുറഞ്ഞെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ 1,37,305 വോട്ടർമാർ, 1,94,706-ൽ 1,37,305 വോട്ടർമാർ വോട്ട് ചെയ്തു എന്നൊരു കണക്കാണ് ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നത്. അതിൽ പഞ്ചായത്ത് തലത്തിൽ 59,470-ഉം മുനിസിപ്പാലിറ്റിയിൽ 77,835 എന്നുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കിത് ഈ അന്തിമ വിശകലനത്തിലെ കാര്യങ്ങൾ, ബൂത്ത് തലത്തിലുള്ള വിശദീകരണമൊക്കെ ഇപ്പോഴും കൂട്ടിലും കിഴിക്കലും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഈ നഗരമേഖലയിൽ കാര്യമായ ഒരു കുറവുണ്ടായിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി രാവിലെ മുതൽ ഉണ്ടാകുന്നുണ്ട്. അതായത് 3% വ്യത്യാസം മാത്രമാണ്. പക്ഷേ കണ്ണാടി പോലെയുള്ള CPMന്റെ പഞ്ചായത്തിൽ 8% കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കണക്ക് കൂടിയുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കറിയാം. വ്യക്തമാകണമെങ്കിൽ നാളെ കൂടി കഴിയണം, മറ്റന്നാൾ ഒരു 10 മണി വരെയെങ്കിലും കാത്തിരിക്കണം. പക്ഷേ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പോളിംഗ് എങ്ങനെയാണ് ബാധിക്കുക? ഈ ശക്തി കേന്ദ്രങ്ങളിൽ, ശക്തി മേഖലകളിലുള്ള ഒരു മാറ്റം എങ്ങനെയാണ് പ്രതിഫലിക്കുക? താങ്കളുടെ ഒരു വിലയിരുത്തൽ. വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ കണക്കുകളും പൂർണ്ണമായി വിടാൻ ഇത്രയും വൈകുന്നത് എന്ത് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിനകത്ത് സർവീസ് വോട്ട്സ് ഉണ്ട്, പിന്നെ വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്ത സീനിയർ സിറ്റിസൺസിൻ്റെ 80 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടുണ്ട്. അതുകൂടി വന്നാലേ ഈ കണക്ക് പൂർണ്ണമാവുള്ളൂ. അങ്ങനെയുള്ള കണക്കാണോ തന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. കണ്ണാടി പഞ്ചായത്തും പിരിയാഗിരിയും വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവുണ്ട്. നഗരമേഖലയിൽ കുറവ് ഇല്ല എന്ന് മാത്രമല്ല, നേരിയ രീതിയിൽ കൂടിയിട്ടുമുണ്ടതായി കാണുന്നുണ്ട്.
ചിലപ്പോൾ ഇത് വാസ്തവമായിരിക്കും. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ചില മേഖലകളിൽ പോളിംഗ് കുറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? എന്നാൽ പോളിംഗ് നഗരമേഖലയിൽ കൂടിയതിൻ്റെ എന്ത് ന്യായീകരണമാണ്, ഏത് തരത്തിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ 2% കുറവുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായ കണക്ക് വിടാത്തത് കൊണ്ട് അതും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ വയ്യ. 3 മുന്നണികളും 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഇത്ര മത്സരിച്ച് നയിച്ചൊരു തെരഞ്ഞെടുപ്പ് രംഗത്തിൽ അല്ല, വയനാട്ടിലും ചേലക്കരയിലും കാര്യമായ കുറവ് സംഭവിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ വോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്കറിയാം വോട്ടർമാർക്കൊക്കെ പൊതുവെ ഒരു മടിയുള്ള ഒരു സംഗതിയൊക്കെയാണ്. വയനാട്ടിലും ചേലക്കരയിലും കാര്യമായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും പാലക്കാട് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നതും കൂടി പ്രധാനമാണ്. ആയിക്കോട്ടെ, അത് പറയുമ്പോഴും ഒരുപക്ഷെ ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു വിഷമത്തിലാണോ ഈ പോളിംഗ് കുറയാൻ കാരണം? മറ്റ് ചേലക്കരയിലും വയനാട്ടിലെയും കാര്യം പറയുമ്പോൾ വയനാട്ടിലെ സ്വാധീനം നമുക്ക് നന്നായിട്ടറിയാം. അവിടെ ഗണ്യമായി പോളിംഗ് കുറഞ്ഞതിൻ്റെ പ്രത്യേകതയും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. കാരണം വിധി ഏതാണ്ട് ഉറപ്പായ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു മത്സരം ശക്തമായിട്ടില്ല. എന്നാൽ ചേലക്കരയിൽ വീണ്ടും ഒരു ശക്തമായൊരു മത്സരമുണ്ട്. പക്ഷെ അവിടെ BJP പാലക്കാട് ഉള്ളതുപോലെ അത്ര പ്രസക്തിയുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നില്ല. പാലക്കാടാണ് BJPയുടെ യഥാർത്ഥ ശക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 മുന്നണികളും ഒരുപോലെ വാശി വെച്ച് മത്സരിക്കുമ്പോൾ പോളിംഗ് തീർച്ചയായിട്ടും ഈ കിട്ടിയ കണക്കുകൾ കുറവ് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ന്യായം പറഞ്ഞാലും ഈ ട്രയാങ്കുലർ ഫൈറ്റ്, നല്ല ഫൈറ്റ് നടക്കുന്ന പാലക്കാട് മിനിമം 75% വേണം. അത് 2% കുറഞ്ഞിട്ടുണ്ട്. 3% ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അത് നോക്കട്ടെ, നമുക്ക് നോക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പോളിംഗ് കുറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ തന്നെ കാണിച്ച അല്ലെങ്കിൽ പറഞ്ഞ കണക്കുകളിൽ കണ്ണാടിയിൽ എന്തുകൊണ്ട് പോളിംഗ് 8.30 കുറവുണ്ടായി, പെരിയാരിയിലും ചെറിയ കുറവുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് സ്വാധീനിക്കും? നമുക്ക് അതാണ് ഇന്നത്തെ ചർച്ച ചെയ്യേണ്ടത്. അത് 3 മുന്നണികളും പലതരത്തിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പോളിങ്ങിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിയൊഴുക്കെന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്ന ചില പ്രശ്നങ്ങളാണ്. അത് നമുക്കറിയാവുന്ന 2 കാര്യം. ഒന്ന്, സന്ദീപ് വാര്യരുടെ കൂറുമാറ്റത്തിന് ശേഷമുണ്ടായ വികാസങ്ങൾ, സംഭവ വികാസങ്ങൾ. 2, ഈ പത്രത്തിൽ വന്ന പരസ്യം, സരിൻ തരംഗം എന്നുള്ള പരസ്യം. ഇത് രണ്ടും ശക്തമായ അവസാന നിമിഷത്തെ അടിയൊഴുക്കുകൾ ഉണ്ടായത് ഇടതുപക്ഷത്തെയും ഒരു പരിധിവരെ മുസ്ലിം വിഭാഗത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും മറ്റ് പ്രധാനപ്പെട്ട 3 അതിഥികളും ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാറും ശ്രീ ജിജിയും ഒപ്പം ശ്രീ നിതിൻ കണിച്ചേരിയും ഉണ്ട്. ശ്രീ ജിജി ജോസഫ്, ഇവിടെ ഇന്നിപ്പോൾ ആത്മവിശ്വാസത്തിനൊട്ടും കുറവില്ല BJPക്ക്. കാരണം 10 മിനിറ്റിനകം ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് ഇട്ട ഒരു പോസ്റ്റ്, അത് തൃശ്ശൂരിന് ശേഷം പാലക്കാടും എന്നുള്ളതായിരുന്നു. അത് അത്രത്തോളം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന BJP നേതാക്കളെല്ലാം ആ തരത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഞങ്ങളുടെ കേന്ദ്രങ്ങളിലെല്ലാം ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള കണക്കുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് അവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമ്മൾ സംസാരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ കൃത്യമായ ഒരു കണക്ക് ഈ പോളിംഗുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് എന്ന് തോന്നുന്നു. അതിൽ താങ്കൾ എനിക്ക് അയച്ചു തന്നതുപോലെ ഏതാണ്ട് 70 നഗരകേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ഏതാണ്ട് 1,37,305 വോട്ടുകൾ മൊത്തം പോൾ ചെയ്തതിൽ നഗരമേഖലയിലെ അടക്കം കണക്കുകൾ, ഗ്രാമമേഖലയിലെയും കണക്കുകൾ, മുനിസിപ്പാലിറ്റിയുടെയും കണക്കുകളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ എന്താണ് BJP പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ഈ നഗരത്ത് ഒക്കെ 3% കുറവുണ്ട് എങ്കിൽ പോലും അത് സാധ്യതകളെ ബാധിക്കില്ല, അങ്ങനെ ആത്മവിശ്വാസമുണ്ടോ? മറ്റേതൊക്കെ മേഖലകളിലുള്ള മുന്നേറ്റം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി? ഞങ്ങളുടെ മേഖലകൾ ഇപ്പം നഗരകേന്ദ്രങ്ങളിൽ, ഞങ്ങളുടെ മേഖലയിൽ വടക്കുംതറ, അതുപോലെ മുത്തന്തറ, അതുപോലെ കറുകൂടി തുടങ്ങിയ സ്ഥലങ്ങളിലോ, അതുപോലത്തെ ഒരു 3-4 സ്ഥലങ്ങൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് 75-ന് മേലെ ഒരു 80% നമ്മുടെ പോളിംഗ് നടന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഈ അവസാന നിമിഷമാണ് കിട്ടിയത്. അതാണ് ഞാൻ താങ്കൾക്ക് കിട്ടുന്നതും. ഇതിൻ്റെ അകത്ത് ഈ കണ്ണാടിയിലാണെങ്കിലും പിരാരിയിലാണെങ്കിലും മാത്തൂരാണെങ്കിലും ഒക്കെ വലിയ പോളിംഗ് ഇപ്പൊ ഈ പറയുന്ന പോലെ ചെറിയ കുറവ് വന്നിട്ടുള്ളൂ എങ്കിലും പക്ഷെ അവിടുത്തെയൊക്കെ BJPയുടെ മുന്നേറ്റം വലുതാണ്. BJP ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു സാധ്യത പറയാൻ കാരണം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് മേൽക്കൈ നേടാൻ കഴിയും. ബാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ ശക്തി കൊണ്ടും
ഞങ്ങൾ അവിടെ കൊണ്ട് നടത്തിയ കുടുംബയോഗങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ഷാഡോ ബൂത്തിൽ നിന്നൊക്കെ കിട്ടിയ കണക്കനുസരിച്ച് ഞങ്ങൾക്ക് വലിയ തോതിൽ അവിടെ മുന്നേറാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഈ കണ്ണാടി, ഈ പിരാരി ഇതുപോലത്തെ മേഖലകളിലും ഒക്കെ ഞങ്ങൾക്കൊരു വലിയ സ്വാധീനമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിലം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് നമുക്ക് ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുക. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ മെജോറിറ്റി ആയിട്ട് ഞങ്ങൾ കയറി വരും. ഇതാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം. ഈ നിരീക്ഷണം ഞങ്ങളിപ്പോൾ ഈ അവസാന നിമിഷം വരെ കൂട്ടുന്ന സമയത്തും ഈ നിരീക്ഷണത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ ഒരു പാലക്കാട് വിജയിക്കും, വലിയ തോതിൽ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ വിജയിക്കും. ഇതാണ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ. അതായത് ഈ നഗരസഭയിൽ നിന്ന് മാത്രം 2021 തെരഞ്ഞെടുപ്പിൽ 34,143 വോട്ടുകൾ, നിങ്ങളുടെ ആ 50,000 വോട്ടുകളിൽ 34,000 വോട്ടുകൾ നഗര കേന്ദ്രീകൃത മേഖലയിൽ നിന്ന് മാത്രം നേടിയ ഒരു പാർട്ടിയാണ്. അവിടെയാണ് ഈ 77,835 എന്ന ഒരു പോളിംഗ് നടന്നിരിക്കുന്ന പശ്ചാത്തലമുള്ളത്. അതിനപ്പുറം പോകണം. 55,000 എന്നൊക്കെയാണ് BJPയുടെ സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇത്തവണ. പക്ഷേ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അങ്ങനെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പിരായിരിയും മാത്തൂരും കണ്ണാടിയിലുമൊക്കെ നിങ്ങൾ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കേണ്ടി വരും. അവിടെയാണ് ഈ തർക്കം നടക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നു പിരായിരിയിൽ അവരുടെ ശക്തി കേന്ദ്രത്തിൽ വോട്ടിംഗ് കൂടിയിട്ടുണ്ട്, മറുവശത്ത് CPM പറഞ്ഞ വോട്ടിംഗ് അത് കുറഞ്ഞു, അത് അവരുടെ അവകാശവാദം തെറ്റാണ് എന്ന്. അവിടെയൊക്കെ നിങ്ങളുടെ ഒരു അവകാശവാദം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതുകൂടെ കേന്ദ്രീകരിച്ചായിരിക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുക. അല്ല, അതിനകത്ത് ഒരു പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് സ്വാധീനം കുറവുള്ള ഏരിയ ആയിരുന്നു. പക്ഷേ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് മുഴുവൻ CPMന്റെ വോട്ടുകൾ ഈ താമര വിരിയാതിരിക്കാൻ വേണ്ടി ചെയ്യിച്ചൊരു ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ നിന്ന് CPM വളരെ കുറച്ചുകൂടി അവരുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുക. ഷാഫി ജയിച്ചാലും കുഴപ്പം, അല്ലെങ്കിൽ രാഹുൽ ജയിച്ചാലും കുഴപ്പമില്ല, അന്ന് ഷാഫി ജയിച്ചാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡുള്ളൂ. ഈ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ വളരെ മാറി CPMന്റെ നിലയ്ക്ക് ജയിക്കാൻ പറ്റുമോ എന്ന രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. അതാണ് അവിടെ ഷിഫ്റ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക. എപ്പോഴും അറിയാലോ, കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വിജയിക്കുമെന്ന് കാണുമ്പോൾ പരസ്പരം ഒരു ഷിഫ്റ്റിംഗ് നടക്കും. ഈ ഷിഫ്റ്റിംഗ് പാലക്കാട് നടന്നതായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ നില മെച്ചപ്പെടുത്തുമ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റിയും അവിടെയും കൂടെ ടാലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വിജയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഞങ്ങൾ കണ്ണാടിയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ പിരാരിയിൽ UDF വോട്ട് കുറഞ്ഞിട്ടുണ്ട്, UDFന്റെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിസൾട്ട് BJPക്ക് അനുകൂലമായ ഒരു റിസൾട്ടായിരിക്കും, ഒരു തർക്കമില്ല. ശ്രീ നിതിൻ കണിശ്ശേരി, ഇവിടെ നമുക്കറിയാം സരിൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരു തവണ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല വോട്ടുകളും CPM വോട്ടുകൾ പലതും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോട്ടുകൾ, ഇടതുപക്ഷ വോട്ടുകൾ പലതും ഷാഫി പറമ്പിൽ പോയൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് ഇത്തവണ ഉണ്ടാവില്ല. അതുണ്ടായില്ല എങ്കിൽ തൻ്റെ വോട്ട് 50,000 കടക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കണക്കനുസരിച്ച് 48,000 വോട്ടുകൾ അവിടെ ബൂത്ത് തല കണക്കൊക്കെ എടുത്തു കാണുമല്ലോ സ്വാഭാവികമായി. 48,000 വോട്ടുകൾ LDF സ്ഥാനാർത്ഥി കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഇടതുപക്ഷ വോട്ടുകളെല്ലാം സരിന് കൊടുക്കുക, നിഷ്പക്ഷ വോട്ടുകൾ സരിന് വാങ്ങാൻ കഴിയുക, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അത് കൃത്യമായി സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ആത്മവിശ്വാസത്തിലാണോ ഈ അവസാനവട്ട കണക്കുകൂട്ടലിൽ? ഞങ്ങള് പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇനി അങ്ങനെ നമ്മളൊരു വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ കണക്ക് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ. ഒന്ന്, പാലക്കാട് നഗരത്തിനകത്ത് സാധാരണ LDFന് വളരെ ദുർബലമായ ഒരു വോട്ടിംഗ് നിലയാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, തുടക്കം മുതൽ LDFന് പ്രചരണ രംഗത്തും ബാക്കി രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചാ രംഗത്തുമെല്ലാം നല്ല മേൽക്കൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നു. മാത്രമല്ല സരിൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഡോക്ടർ വരുന്നതോടുകൂടി സാധാരണയായി ഒരു ഇടത്തരക്കാരന്റെയും മറ്റുമൊക്കെ മനസ്സുകളിൽ ഒരു സരിന് അല്ലെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തിനുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹത്തിന്റെ മികവ്, അതുപോലെ തന്നെ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് പൊതു രംഗത്തേക്ക് വന്നു എന്ന നിലയിലുള്ള ഒരു മികവ്, ഇതെല്ലാം ആളുകൾക്കിടയിൽ ഒരു വോട്ടായി മാറുന്നതിനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും നഗരത്തിനകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നില വലിയ രൂപത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായി
ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോക്രാറ്റ് ആയിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരൻ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രഭാവത്തിൽ വലിയ ഒരു വോട്ട് ഷെയർ BJPക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരിക്കലും മെട്രോമാന് കിട്ടിയിട്ടുള്ള വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല പാലക്കാട് നഗരത്തിൽ നിന്ന്. പിന്നെ BJPക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല പാലക്കാട്. അതിന് കാരണം ഇനി അങ്ങനെ പാലക്കാട് നഗരത്തിൽ അവരുടെ വാദം അംഗീകരിച്ച് ഒരു മേൽക്കൈ പാലക്കാട് നഗരത്തിൽ BJPക്ക് ഉണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ള 3 പഞ്ചായത്തുകൾ ഏതാണ്ട് 27,000-ലധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുള്ള പിരായിരി, അതുപോലെ തന്നെ 17,000-ലധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുള്ള മാത്തൂരിലും കണ്ണാടിയിലും, ഈ 2 പഞ്ചായത്തുകൾ മാത്തൂർ കണ്ണാടി എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും എത്ര തിരിച്ചടി LDFന് നേരിടേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും LDFന് മേൽക്കൈയുള്ള പഞ്ചായത്താണ്. മാത്രമല്ല ഏതാണ്ട് 16-17% മാത്രമാണ് അവിടെ BJPക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട്. കണ്ണാടിയിലൊക്കെ 7%-ഓളമാണ് പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞത്. അല്ല, പോളിംഗ് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും വോട്ടിന്റെ എണ്ണത്തിൽ 1,37,000-ലധികം വോട്ടുകളാണ് ഇപ്പൊ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകൾ ഈ പെർസെന്റേജ് കുറയുന്നതിനുള്ള ഒരു കാരണമായി ഞങ്ങൾ കാണുന്നത് UDFന്റെയും അതുപോലെ തന്നെ BJPക്കും അവിടെ കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ പോലും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞു, പാലക്കാട് BJP നഗരത്തിൽ ഒരു വർധനവുണ്ടാക്കുന്നു എന്ന വാദം അംഗീകരിച്ചാൽ പോലും ഈ 3 പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വോട്ട് ലഭിച്ചാൽ മാത്രമേ BJPക്ക് ജയിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സാഹചര്യവും നിലവിലില്ല. ഈ 2 പഞ്ചായത്തുകളിലും പിരായിരി പഞ്ചായത്തിൽ UDF ആണ് ലീഡ് ചെയ്യുക എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്തൂരിലും കണ്ണാടിയിലും BJPക്ക് എനിക്ക് തോന്നുന്നു ഒരു 16%-ന് മുകളിലേക്കൊന്നും പരമാവധി അവർക്ക് കിട്ടാവുന്ന വോട്ടാണ്. ആ വോട്ടിനപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നില്ല. അത് എണ്ണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2,000 വോട്ടുകൾ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള വോട്ടുകൾ മാത്രമായിരിക്കും അവർക്ക്. അപ്പൊ ഒരിക്കലും BJPക്ക് ജയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ല. ഞാൻ പറഞ്ഞ മെട്രോമാന് കിട്ടിയിട്ടുള്ള വോട്ട് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക്, നിലവിലുള്ള സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല എന്ന് BJPക്കാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ UDFന്റെയും ക്യാമ്പുകളിൽ UDFലും ഇപ്പോൾ നിലവിൽ, അതിന് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു BJP മെട്രോമാനെ മത്സരിപ്പിക്കുന്നതോടുകൂടി BJP ജയിച്ചു പോകുമോ എന്നുണ്ടായ ഒരു ആശങ്കയിൽ ഒരു മതനിരപേക്ഷമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ BJP അങ്ങനെ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ടുകൾ UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ ചെറിയ മാർജിനിലാണെങ്കിലും ശ്രീ ഷാഫി പറമ്പലിന് പാലക്കാട് നിന്ന് MLA ആയി ജയിക്കാൻ ഇടയായ സാഹചര്യം ഒരുങ്ങിയത്. അപ്പോ ആ സാഹചര്യവും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനില്ല. സ്വാഭാവികമായും ആ UDF സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ MLA ആയിരുന്നു ഷാഫി പറമ്പലിന് കിട്ടിയ വോട്ടുകൾ UDFന്റെ സ്ഥാനാർത്ഥിക്കും ലഭിക്കും എന്ന് കരുതുക വയ്യ. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, BJPക്കകത്ത് വലിയ അന്തഛിദ്രവും BJPക്കകത്ത് വലിയ സംഘടനാപരമായ പ്രതിഷേധങ്ങളും BJPയോടൊപ്പം എല്ലാ കാലത്തും അടിയുറച്ചു നിന്നിരുന്ന പാലക്കാട്ടെ പല പ്രബലമായിട്ടുള്ള ജനസമൂഹവും ഒക്കെ BJPയിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അതിനോടുള്ള അമർഷം ഈ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് രൂപപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. സ്വാഭാവികമായും ആ വോട്ടുകളും BJPക്ക് ലഭിക്കും എന്ന് കരുതുക വയ്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഇദ്ദേഹം തന്നെയാണ്, ശ്രീ കൃഷ്ണകുമാർ തന്നെയാണ് ലോക്സഭയിലും മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് അന്ന് കിട്ടിയ വോട്ട് തന്നെ നിലനിർത്താൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും ഇതെല്ലാം ഇതിന്റെ ഒരു ഗുണഫലം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഈ വോട്ടിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള ഈ വ്യത്യാസങ്ങൾ ഗുണകരമായി മാറുക LDFനാണ്. കണ്ണാടി പഞ്ചായത്തിനകത്ത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലയുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സമയം തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ദിവസം മുതൽ ഇന്നലെ വൈകുന്നേരം വരെയും ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ നിന്നുള്ള അനുഭവങ്ങൾ 21 ബൂത്തുകളിലും BJP ഏറ്റവും ദുർബലമായ, ഈ കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ദുർബലമായ ഒരു പ്രകടനമാണ് BJPയുടെ പല ബൂത്തുകളിലും. ഏതാണ്ട് ഉച്ചയോടുകൂടി BJPയുടെ പ്രവർത്തകർ തന്നെ പിരിഞ്ഞു പോകുന്ന സ്ഥിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ BJP ജയിക്കുന്നു എന്ന നില പാലക്കാട് വരികയാണെങ്കിൽ നിലവിൽ UDFന് കിട്ടിയിരുന്ന ഏതാണ്ട് ഒരു 15,000-ഓളം വോട്ടുകൾ ചോർന്ന് അത് BJPയിലേക്ക് പോയാൽ മാത്രമാണ് തൃശ്ശൂരിൽ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ 3 തെരഞ്ഞെടുപ്പുകളായി വോട്ട് എണ്ണം കുറയുന്നത്, വോട്ട് ശതമാനം കുറയുന്നത് CPMനാണ്. നമുക്കറിയാം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചതാണ്. അല്ല, LDFന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വോട്ട് BJPയിലേക്ക് പോയി എന്ന് നിങ്ങൾക്ക് ഒരു കണക്കിലും, ഏത് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാലും LDFൽ നിന്ന് 1000-ഓ 2000-ഓ കുറഞ്ഞ വോട്ടുകൾ കഴിഞ്ഞ 2-ഓ 3-ഓ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കുറഞ്ഞ വോട്ടുകൾ
BJP-യിലേക്ക് പോയി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം നമ്മൾ പാലക്കാട് ഒരു പ്രത്യേക സാഹചര്യമാണ്. അതായത് മെട്രോമാനെ പോലെയുള്ള ഒരാളെ BJP അവതരിപ്പിക്കുന്നു. BJPക്ക് ഒരു വലിയ എഡ്ജ് മണ്ഡലത്തിനകത്ത് രൂപപ്പെടുന്നു. സ്വാഭാവികമായും അദ്ദേഹം ജയിച്ചേക്കുമോ, അല്ലെങ്കിൽ BJP അങ്ങനെ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, ഒരുപക്ഷെ അവർ ഇടതുപക്ഷത്തിനും ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ആ വോട്ടുകൾ തിരിഞ്ഞ് UDF-ലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് എല്ലാവരും. നഗരസഭയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കണം. കാരണം നഗരസഭയിലെ വോട്ടിന്റെ ഒരു പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്താലും വിജയപ്രതീക്ഷ അകലെയുള്ള സംവിധാനമാണ് CPM-ന്. അപ്പോൾ നഗരസഭയിൽ വലിയൊരു മുന്നേറ്റം വേണം. അത് സംഭവിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അല്ല, ഈ 2 പഞ്ചായത്തുകളിലും ഞങ്ങൾ വലിയ രൂപത്തിൽ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കുകയും നഗരമേഖലയിൽ ഞാൻ പറഞ്ഞു LDF-ന്റെ വോട്ടിന് പുറത്ത് സരിൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മികവ് മെട്രോമാന് കിട്ടിയതുപോലെ തന്നെ അത്രയൊന്നും വോട്ട് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതേപോലെയുള്ള ഒരു വലിയ വിഭാഗം വോട്ട് സരിന് വ്യക്തിപരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ല ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലുമുള്ളത്. ശ്രീകുമാർ സാർ, ഇവിടെ ഈ നമുക്കറിയാം ആദ്യം 15,000 വരെയൊക്കെ ഒരു സമയത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടുമെന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടത് 5,000-ലേക്കൊക്കെ താഴ്ന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ആശങ്കയുണ്ടോ UDF ക്യാമ്പിൽ? നോക്കൂ രഞ്ജിത്തെ, സാധാരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് എല്ലാ പാർട്ടികളും അവരുടെ ഭൂരിപക്ഷം വലിയ തോതിൽ പറയും. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് അവരൊരുപക്ഷെ കാര്യമായി പറയാറില്ല. പക്ഷെ ഇന്ന് ശ്രീകണ്ഠനും അതുപോലെ ഷാഫിയും ഒക്കെ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത്. പക്ഷെ അതൊക്കെ അവരുടെ അവകാശം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയും. ഇവിടെ ഇപ്പം നമ്മുടെ കണിശ്ശേരി പറഞ്ഞത് ഏതാണ്ട് അത് തന്നെ കണ്ടാൽ മതി. പക്ഷെ നമ്മൾ നോക്കൂ, ഇവിടെ പാലക്കാട്ട് നഗരസഭയിൽ വോട്ട് കുറയുമ്പോൾ അത് BJPക്കാണെന്നും ഒക്കെ പറയുന്നതിൽ ഞാൻ വലിയ അർത്ഥം കാണുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന സമയത്തല്ലേ പാലക്കാട്ട് CPM-ന്റെ നഗരസഭയുടെ കൗൺസിലറായിരുന്ന ഒരാള് മറ്റേ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും അതുപോലെ ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചു വന്നത്. അപ്പൊ CPM-ന് നഗരത്തിനുള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതെന്താ വോട്ടെടുപ്പിനെ ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJP-യുടെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്താണ്, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ. മൂന്നാമത്തെ കാര്യം, പക്ഷേ നിതിൻ കണിശ്ശേരി പറഞ്ഞു 15,000 വോട്ടുകൾ UDF-ൽ നിന്നും ചിലപ്പോൾ പോയേക്കുമെന്ന്. അപ്പൊ UDF-ൽ നിന്ന് ഈ 15,000 വോട്ടുകൾ പോകും എന്നിവരെങ്ങനെയാ കണക്ക് കൂട്ടുന്നത്? ഞാൻ അത് കാണുന്നത് ഈ CPM-ന്റെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ CPM-ന്റെ ഒരു തീരുമാനമോ ആയിരിക്കാം ഒരു പക്ഷേ BJP ജയിച്ചേക്കാം എന്നൊരു ചിന്ത ശ്രീനിധി കണിശ്ശേരിക്ക് വന്നതെന്ന് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ജയിക്കുന്നല്ല പറഞ്ഞത്. അത് ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പിണറായി വിജയൻ അവസാന കാലത്ത് നടത്തിയ പ്രസംഗം എന്താണ്? മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾക്കെതിരെ ഇന്നേ വരെ CPM പറയാത്ത രീതിയിലുള്ള ഒരു പ്രചരണം മുഖ്യമന്ത്രി നടത്തി. അതെന്തിനായിരുന്നു ഈ വോട്ടെടുപ്പിന്റെ അവസാന കാലത്ത് നടത്തിയത്? കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനെ പ്രസിഡന്റിനെയും ഒക്കെ വളരെ സാദിഖലി തങ്ങളെയൊക്കെ വളരെ ബഹുമാന്യതയോടെയാണല്ലോ വിളിച്ചിരുന്നത്. ഇപ്പൊ എന്തിനാ അതിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ടൊക്കെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത്? അപ്പൊ അവിടെ BJPക്ക് ഒരു മുൻതൂക്കം ഉണ്ടെന്ന് CPM മനസ്സിലാക്കിയോ? എങ്കിൽ കോൺഗ്രസ് ആണ് ശത്രു CPM-ന്റെ, കോൺഗ്രസ് ആണ് ശത്രു BJP-യുടെ. കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും CPM-ന് കുഴപ്പമില്ല. കോൺഗ്രസ് ജയിച്ചാൽ CPM-ന്റെ പ്രശ്നമാണ്. നേരെ മറിച്ച് BJP ജയിച്ചാൽ CPM-ന്റെ പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് അവരുടെ ശത്രു എന്ന് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് ജയിച്ചാൽ അവിടെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാകാവുന്ന UDF ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തിനായിരുന്നു എന്നൊരു തോന്നൽ നമുക്കവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, പാലക്കാട് ഇത്ര വിഷയമാകാനുള്ള കാരണം എന്താണ്? CPM-ന്റെ പരിഭ്രാന്തിയിൽ നിന്നുണ്ടായ ഒരുപാട് സംഭവങ്ങളല്ലേ. തുടക്കം മുതല് ഡോക്ടർ സരീൻ കോൺഗ്രസിൽ നിന്ന് വരുന്നു, പിറ്റേന്ന് സ്ഥാനാർത്ഥിയാകുന്നു, അതിനുശേഷം ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു, അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നു, ഈ പണവുമായി ബന്ധപ്പെട്ട നീല പെട്ടിയുമായിട്ടുള്ള വിവാദങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ CPM ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവസാനം പരസ്യ വിവാദത്തിൽ പോലും എത്തി. ഈ പരസ്യ വിവാദം തന്നെ അവർ പറഞ്ഞപ്പോൾ അവരൊക്കെ തെറ്റിപ്പോയി. മന്ത്രി രാജേഷ് പറഞ്ഞത് 2 പത്രത്തിലല്ല 4 പത്രത്തിൽ പരസ്യം കൊടുത്തു. പക്ഷെ കണ്ടന്റ് വ്യത്യാസമാണെന്ന് അദ്ദേഹം പറഞ്ഞത്, ഉള്ളടക്കം വ്യത്യാസമുണ്ടെന്ന്.
അപ്പൊ ഉള്ളടക്കം വ്യത്യാസമായിട്ട് എന്തിനാ പരസ്യം കൊടുത്തത് അവസാന കാലത്ത്? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ സി പി എമ്മിന്റെ ആ ചെയ്തികളിൽ ഒരുപക്ഷെ നമ്മളെ പോലുള്ള പത്രപ്രവർത്തകർക്ക് സംശയം വരും. എനിക്കൊരു പക്ഷമുള്ള പത്രപ്രവർത്തകനായതുകൊണ്ട് അത് കൂടുതൽ സംശയം ഉണ്ടാക്കിയേക്കാം. മറ്റൊന്ന് ബി ജെ പിയിലെ കാര്യമാണ്. ബി ജെ പിയുടെ സന്ദീപ് വാര്യരെ ബി ജെ പി വിട്ടത് എന്തിനാണെന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. പിടിച്ചു നിർത്തേണ്ടതായിരുന്നു എന്ന ചിന്ത ഒരുപാട് പേർക്കോടുണ്ടല്ലോ, RSSനും ഒക്കെ. ആ സന്ദീപ് വാര്യരെ പിന്നെ CPM വളരെ മോശമായി ചിത്രീകരിച്ചത് അവിടെ പഴയ BJP-ക്കാർക്കിടയിൽ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CPM-നെ പറ്റി പാളിച്ച വിട്ടുകാഴ്ചാൽ മതിയായിരുന്നു. അല്ല, മറ്റൊരു വിലയിരുത്തൽ BJP-യുടെ മറ്റൊരു വിലയിരുത്തൽ സാർ, ഈ സന്ദീപ് പോയി അപ്പുറത്ത് ചേർന്നപ്പോ കുറച്ചുകൂടി കാര്യക്ഷമമായി BJP പ്രവർത്തകർ അടുത്തിട്ട് ജോലി ചെയ്തെന്നുള്ളതാണ്. സന്ദീപിനെ അങ്ങനെ അങ്ങ് അംഗീകരിക്കേണ്ട, പാർട്ടി വിട്ട ആളെ പാർട്ടി ചതിച്ച ആൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ്. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു വാശി കൂടും, അത് ശരിയാണ്. പക്ഷെ ആ വാശി കൂടുമ്പോൾ അതില് കുറച്ചു പേരെങ്കിലും ഉണ്ടാവുമല്ലോ BJP-യിലെ അതിർത്തി. കാരണം ശോഭാ സുരേന്ദ്രന്റെ പ്രശ്നം വന്നാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാമല്ലോ. പാലക്കാട്ടെ അവരുടെ ഒരു പ്രമുഖ നേതാവ്, മറ്റേ നാഷണൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള ശിവരാജ്, അദ്ദേഹം എന്താ പറഞ്ഞത്, സന്ദീപ് വാര്യർ പോയത് കഷ്ടമായി പോയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചിന്തിക്കലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ UDF-ൽ അവരുണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവരുണ്ടാക്കിയ പ്രശ്നം ഒന്നുമില്ല. മറിച്ച് അവരിൽ നിന്നും ഒരാൾ പോയിട്ട് അപ്പുറത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ പ്രശ്നമുണ്ടായത് CPM-ലാണ്. പക്ഷെ BJP-യും CPM-ഉം പറയുന്നത് എന്താണ്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു പക്ഷേ മാറ്റം സംഭവിച്ചേക്കാം. മുസ്ലിം വിഭാഗത്തിനിടയിൽ എങ്ങനെയാ മാറ്റം സംഭവിക്കുക? BJP വിട്ടൊരാൾ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിലേക്കാണ് വന്നത്, അത് മനസ്സിലാക്കണം. അപ്പൊ അവിടെ BJP വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അയാൾ BJP-കാരനായിട്ടല്ല, കോൺഗ്രസിലെ BJP അല്ല. അതാണ് CPM-ന്റെ പ്രസംഗം, ആലോചിക്കണം. RSS മനസ്സുമായി സന്ദീപ് വാര്യർ ഇപ്പോഴും RSS-കാരനാണെന്ന് പറഞ്ഞത്. കോൺഗ്രസിൽ ചേർന്ന ഒരാളെ വോട്ടെടുപ്പിന്റെ തലേന്ന് വരെ RSS-കാരെന്നാ CPM പറഞ്ഞത്. അപ്പൊ അതെന്തിനാണ്? അപ്പൊ അതുകൊണ്ട് പരിഭ്രാന്തിയിലായ CPM അവരുടെ നയങ്ങൾ മുഴുവൻ അവിടെ കുഴിച്ചുകൂടി എന്നുള്ളതാണ്. അവരെ എന്തൊക്കെയാണോ ഇത്രയും കാലം പറഞ്ഞു വന്നിരുന്നത്, അവരുടെ പ്രത്യശാസ്ത്രപരമായ ഒരു അധപ്പതനം പാലക്കാട്ടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കണ്ടു നമ്മള്. അത് നിസ്സാര കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും, അതൊക്കെ പോകും, അത് വേറെ വിഷയം. പക്ഷെ അത് CPM-ൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പാർട്ടിക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു പണ്ട്. ഇവിടെ പാർട്ടിക്ക് എന്തായിരുന്നു അജണ്ട? വിവാദമല്ലാതെ. ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം അവിടുത്തെ മുഖ്യമന്ത്രി 8 വർഷമായിട്ട് പറയുന്ന കാര്യം അവർ പറഞ്ഞു. ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 3-ാം സ്ഥാനത്തായിരുന്നു വട്ടിയൂര്, 1-ാം സ്ഥാനത്തെത്തി, എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇന്നലെയും പറഞ്ഞു. പക്ഷെ വട്ടിയൂരിൽ ഏത് കാലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്? 2019. ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന എന്നാ? 2016, 16, 17, 18, 19. അന്ന് അവിടെ BJP-യിൽ നിന്നും 3-ാം സ്ഥാനത്ത് നിന്നും 1-ാം സ്ഥാനത്തെത്തി. അവിടെ തിരുവനന്തപുരം മേയറായിരുന്ന ജയൻ ബാബു വിജയിച്ചു. പ്രശാന്ത് വിജയിച്ചു. മറിച്ച് 2019 ശേഷം 2024 8 വർഷത്തെ പിണറായി ഭരണമുണ്ട്. ആ 8 വർഷത്തെ പിണറായി ഭരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയായില്ലേ? അല്ല, CPM ചർച്ചയാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചില്ലേ? എന്തെങ്കിലും നേട്ടം പറയാൻ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്തിനാണ് അവര്? എന്തിനാണ് പരസ്യ വിവാദം ഉണ്ടാക്കിയത്? എന്തിനാണ് പെട്ടി വിവാദം ഉണ്ടാക്കിയത്? എല്ലാം പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ അതിൽ ഇവര് പറയുന്നില്ല 3 വർഷം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തെത്തി. ശരി, 8 വർഷം കഴിഞ്ഞു, വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ UDF-ലാണ് താരതമ്യേന പ്രശ്നങ്ങളുടെ കുറവ്. UDF-ൽ എന്തായിരുന്നു പ്രശ്നം? ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. പ്രാദേശികമായ എതിർപ്പുണ്ടായിരുന്നു, മുരളീധരന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് 2-ാം ഘട്ടത്തിലേക്ക് വരാം. ഗോകുമാർ സാർ, ഞാൻ പറഞ്ഞത് പൂർത്തിയായില്ല, തെറ്റിദ്ധരിക്കപ്പെടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത് UDF-ൽ താരതമ്യേന പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ പറയാൻ വരുമ്പോഴേക്കും രഞ്ജിത്ത് ഇടപെട്ടു. അവിടെ എന്താ സംഭവിച്ചത്? സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കം ഉണ്ടായി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കം ഉണ്ടായി. കെ മുരളീധരനും ഒരു കമന്റ് പാസ്സാക്കി. പക്ഷെ കെ മുരളീധരൻ അവിടെ പോയിട്ട് വോട്ട് ചോദിച്ചു, കെട്ടിപ്പിടിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അത് മാറ്റിവെച്ചു. അവിടെ കോൺഗ്രസിൽ നിന്ന് 3-4 പേര് പാർട്ടി വിട്ടു. ഈ പാർട്ടി വിട്ടവരൊക്കെ CPM-ന്റെ മുഖപത്രത്തിന്റെ ഒരു ദിവസത്തെ 8 കോളം ഹെഡിങ് എന്താണെന്ന് അറിയാമോ?
ഒരു മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്ന, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു വനിത പാർട്ടിയിൽ നിന്ന് പോയി എന്നുള്ളത് 8 കോളം വാർത്തയാ, പ്രധാന വാർത്തയാ 1-ാം പേജില്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് വേറൊന്നും പറയാനില്ല. അതൊന്നും കോൺഗ്രസിനെ അവിടെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞത് 5000 എന്നുള്ള കണക്ക് CPM-ന്റെ കണക്കാ. 5000 വോട്ടിന് ഷാഫി പറമ്പിൽ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ളത് CPM-ന്റെ കണക്കാ കേട്ടോ. കോൺഗ്രസ് പറയുന്നത് 15,000. ഗോകുമാർ സാർ, ഇപ്പോൾ നിതിൻ കണിച്ചേരി പറയാതെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അഥവാ അദ്ദേഹം ഒരു പോസിബിലിറ്റി പറഞ്ഞാണ്, അഥവാ അവിടെ BJP ജയിക്കുകയാണെങ്കിൽ പോകുന്ന വോട്ട് 10-15,000-ഓളം വോട്ടുകൾ അത് കോൺഗ്രസിന്റെ വോട്ടാകും, അതിൽ CPM-ന് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കലായി അത് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, എന്തായാലും CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മളാരും കരുതുന്നില്ല. അതിന് കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ച ചർച്ച ചെയ്ത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം തന്നെ വളരെ ശക്തമായി നിൽക്കുന്നു. 2, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് അത് ഒരുപാട് പാർട്ടി അണികളെ ബാധിച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ കാര്യമായിട്ട് വോട്ട് ചെയ്യാൻ വന്നില്ല. ഏറ്റവും മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് കണ്ണാടി പഞ്ചായത്ത് മേഖല. അവിടുന്ന് ഇത്രയും 8%, 8.30, അത് വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഇത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞത് CPM-ന്റെ വോട്ടുകൾ തന്നെയാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്, അതിന് യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ചർച്ചയേക്കാൾ എനിക്ക് തോന്നുന്നത് ബാക്കി രണ്ടുപേരും പറഞ്ഞ ചില കാര്യങ്ങൾക്കോട് പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൺഫ്യൂഷൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കുണ്ടായ ഡെവലപ്മെൻറ്റ്സ് എല്ലാം 3 പാർട്ടികളെയും പലതരത്തിൽ ആശങ്കയിലാക്കി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വരുന്നു, ഒരാഴ്ചത്തേക്ക് തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നു കൽപ്പാത്തി ഉത്സവത്തോടനുബന്ധിച്ച്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ, പിന്നീടുണ്ടായ ചില മുന്നേറ്റങ്ങൾ കുറച്ചൊക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല BJPക്ക് ചില ഗുണം ചെയ്യുന്ന മേഖലയുണ്ടായി. അതിൽ അനുകൂലമെന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ളത്. അതിൽ ഏറ്റവും വിവാദമായത് സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം തന്നെയാണ്. അത് സന്ദീപ് വാര്യർ കൂറുമാറി എന്നുള്ളത് മാത്രമല്ല, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ ഒരു ചാട്ടം അവസരവാദിത്വത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്ന BJP അണികൾക്ക് കൂടുതൽ ഉണർവുണ്ടാക്കാൻ കാരണമാക്കി. അതിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ RSS ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ അത് കാരണമാക്കി. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഈ സന്ദീപ് വാര്യർ കാണിച്ച മറ്റൊരബദ്ധം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കാണിച്ച മറ്റൊരബദ്ധം, ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്നോ ഇല്ലെങ്കിൽ ശേഷം വന്നായാലും ഇങ്ങനെ ഒരു സന്ദർഭം നിൽക്കുമ്പോൾ സമുദായ നേതാക്കന്മാരെ കാണാൻ പോവുക, അതിൽ ഏറ്റവും ഒരേ ഒരു സമുദായ നേതാവിനെ പോയി കാണുക, പാണക്കാടിനെ പോയി കാണുക. അപ്പോൾ സാധാരണ സമുദായ നേതാക്കന്മാരെ കാണുന്നത് ആൾക്കാർക്ക് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ യാത്ര തീർച്ചയായിട്ടും കൊച്ചിയിലോട്ടോ ചേർത്തലയിലോ ചങ്ങനാശ്ശേരിയിലൊക്കെ ആവാമായിരുന്നല്ലോ. അത് മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിരുദ്ധത പ്രസംഗിച്ച സന്ദീപ് വാര്യർ പൊടുന്നനവെ കളം മാറിയത് മുസ്ലിം വിഭാഗത്തിന് അസംതൃപ്തി ഉണ്ടാക്കി. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിന് ആക്കം കൂട്ടാൻ തന്നെയാണ് CPM ശ്രമിച്ചതും സരിൻ തരംഗം എന്ന് പറഞ്ഞൊരു പുതിയൊരു ന്യായം കൊണ്ടുവന്നതും. അത് മുസ്ലിം സമുദായത്തിനിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയ മുസ്ലിം കൺസോളിഡേഷൻ ഇത്തവണ അതുപോലെ ഉണ്ടായിട്ടില്ല. അതാണ് പെരിയാറിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു കാരണം. അവിടെ കോൺഗ്രസിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കുറച്ചു പേർക്കെങ്കിലും ഈ നിതിൻ്റെ വരവ്, സന്ദീപ് വാര്യരുടെ വരവ് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിൽ കുറച്ച് വിഭാഗക്കാർക്ക് തോന്നിയിട്ടുണ്ട്. അവരിൽ കുറച്ച് പേർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മുസ്ലിം വിഭാഗത്തിനകത്ത് പോൾ ചെയ്യാൻ മടിക്കുകയോ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ മറ്റു അഭിപ്രായ വ്യത്യാസത്തിൽ കൂടി ഉണ്ടാക്കിയ കൺഫ്യൂഷനിൽ അത് മുതലെടുക്കാൻ ആരെങ്കിലും ലെഫ്റ്റിന് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതും ന്യൂനപക്ഷ കൺസോളിഡേഷന് കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ഒരാക്കമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ മെട്രോമാൻ വിജയിക്കുമെന്നുള്ളൊരു ഹൈപ്പ് വന്നതോടെ ഇടതുപക്ഷത്തിനിടയിലും മൈനോറിറ്റീസിൻ്റെ ഇടയിലും, ഇവിടെ പറഞ്ഞ മതനിരപേക്ഷ, അത് മാത്രമല്ല ഷാഫിക്ക് കിട്ടിയ വോട്ടിനകത്ത് മുസ്ലിം കൺസോളിഡേഷൻ കൂടെ ഉണ്ട്. അത് ആരും പറയുന്നില്ല, അതൊരു വസ്തുതയാണ്. അത് അതുപോലെ ഇത്തവണ നടന്നിട്ടില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. വലിയ ലീഡ് BJPക്ക് ലഭിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. മേഖല എണ്ണുമ്പോഴാണ് വ്യത്യാസമുണ്ടായത്.
അതെ 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 ഇത്തരം സാഹചര്യങ്ങൾ കൺഫ്യൂഷൻ അവസാന നിമിഷത്തിൽ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതിന് ശേഷം അതോടൊപ്പം സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം അതുണ്ടാക്കിയ പ്രശ്നം. വാസ്തവത്തിൽ അത് കോൺഗ്രസ് കാണിച്ചൊരു അബദ്ധമായി എനിക്ക് തോന്നി. കാരണം ഇല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ പോയി കാണുന്നു, അതിനൊരു ന്യായീകരണം, ഒരു ജസ്റ്റിഫിക്കേഷൻ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു മൂടുപടം എടുത്ത് അണിഞ്ഞത് തീർച്ചയായിട്ടും പരോക്ഷമായിട്ടെങ്കിലും അത് BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ മെട്രോമാനും ഷാഫി പറമ്പിലുള്ള മത്സരം പോലെയല്ല ഇത്തവണത്തെ മത്സരം. കാരണം മെട്രോമാൻ അല്ല കൃഷ്ണകുമാർ നമുക്കറിയാം, ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം UDFന് മുൻതൂക്കം കിട്ടുന്ന ഒരു മണ്ഡലവുമാണ് പാലക്കാട്. അതിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് UDFന്റെ വിജയസാധ്യത ഉണ്ട്. UDF തന്നെയാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ തവണത്തെ കണക്കുമായിട്ട് നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇടതുപക്ഷത്തിൻ്റെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സരിൻ 40, 45, 50, 55 ഒക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ നിലയിലുള്ളൊരു ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് ഇത് എത്തിയോ എന്നുള്ളത് സംശയമുണ്ട്. പ്രധാന മത്സരം കോൺഗ്രസും BJPയും തന്നെയാണ്. അതിൽ ഇന്നലത്തെ രാഷ്ട്രീയ താല്പര്യവും പശ്ചാത്തലവും മൊത്തത്തിൽ നോക്കുന്ന സാഹചര്യം, കാരണം നമുക്ക് പഞ്ചായത്തുകളുടെ കാര്യം ഇവിടെ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. പഞ്ചായത്തിൽ BJPക്ക് എവിടെയെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നില്ല. അപ്പോൾ നഗരമേഖലയിലുള്ള മുന്നേറ്റം അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഞ്ചായത്തിലെ മുന്നേറ്റമാണ് ഷാഫിയെ കഴിഞ്ഞാണ് സഹായിച്ചെങ്കിൽ ഇത്തവണയും ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിക്കുകയും അതുകൊണ്ട് UDFന് അഡ്വാൻറ്റേജസ് ആയിട്ട് ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറഞ്ഞ പോലെ 5000-ലേക്ക് വന്ന അത് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഒരു കണ്ടക്സ്റ്റ് അല്ല. ഇത്തരം സംഭവങ്ങൾ അവസാനത്തെ ഒരാഴ്ചയിലുള്ള വികാസങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു 12,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു ഇലക്ഷൻ ആയിരുന്നു. അതിന് കുറച്ച് മാറ്റമുണ്ടായി. അതിൽ പിന്നെ നമ്മൾ പറയാതെ ചെറിയൊരു അവരുടെ സംശയമില്ല, വലിയ എണ്ണമൊന്നുമില്ല. എന്നാലും എന്തായാലും ഒരു 10,000 വോട്ടുകളെങ്കിലും BJPക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. ശരി, ഡോക്ടർ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു മെട്രോമാൻ അല്ല അവിടുത്തെ കൃഷ്ണകുമാർ, മറ്റൊന്ന് ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ കാര്യങ്ങൾ BJPക്ക് അത്ര എളുപ്പമാണോ എന്നൊരു കാര്യം കൂടി ഉണ്ട് അവിടെ. കാരണം മെട്രോമാന് കിട്ടിയ നമുക്കറിയാം 40,000-45,000 വോട്ടുകൾ BJPക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 5,000-6,000-ന് മുകളിൽ വോട്ടുകൾ നിഷ്പക്ഷ വോട്ടുകളായി മെട്രോമാൻ ശ്രീധരന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പല മേഖലകളിൽ നിന്നും. അത് ഇത്തവണ ഉണ്ടാകുമോ എന്ന സംശയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ 50,000-ന് മുകളിൽ വോട്ടുകളിലേക്ക് എത്തുക, കൃഷ്ണകുമാർ ജയിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് BJPക്ക് സ്വപ്നം മാത്രമേ അവശേഷിക്കും. അല്ല, അതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം, ഒന്ന് സാറ് പറഞ്ഞാലാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പലിന് കിട്ടി എന്ന് പറയുന്നത് പലപ്പോഴും അത് ഇപ്പോഴൊക്കെ അത് മതനിരപേക്ഷ വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ചർച്ച അവിടെ നിൽക്കട്ടെ. അതല്ലാതെ തന്നെ ഈ ഷാഫി പറമ്പിലിന് മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്തു എന്നൊരു നിരീക്ഷണം അവിടെ ഉണ്ടായി. അത് സത്യമാണ് ആ സമയത്ത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ട് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ഈ രണ്ട് വിഭാഗവും ഒരുപോലെ ഓപ്പറേഷൻ നടത്തി. അപ്പം ഈ 23% വരുന്ന വോട്ടിന് വേണ്ടിയിട്ട് ഇവരങ്ങ് അതിനുവേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഈ ബാക്കി വരുന്ന സമൂഹത്തിന് ഇതെല്ലാം എഫക്റ്റ് ചെയ്യില്ലേ? എഫക്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ച പറഞ്ഞപ്പോൾ മുനമ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ വർഗീയത പറയുമെന്ന് പറഞ്ഞ്, മുനമ്പം പോലും വർഗീയതയായിപ്പോയി. ഒരാൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള വീടിന് വേണ്ടിയിട്ടുള്ള സമരം ചെയ്യുന്നത് വർഗീയമായി പോയി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതീതിയാണ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന റെഡ് ആർമി ഒരു ടീം, ഗ്രീൻ ആർമി ഒരു ടീം ഇറക്കുന്നു, അതുപോലെ ഗ്രീൻ സ്ക്വാഡ് ഇറക്കുന്നു. ഇത് ലീഗിന്റെയും കോൺഗ്രസിന്റെയുമായ ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അവര് അത് ടാർഗറ്റ് ചെയ്തിറങ്ങുന്നു. CPM ആണെങ്കിൽ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുതിയതായി പാർട്ടിയിലേക്ക് വന്നൊരു പ്രാദേശിക നേതാവിന്റെ പഴയ പോസ്റ്റുകൾ എടുത്തു വെച്ചുകൊണ്ട് അത് വെച്ച് പരസ്യം ഇറക്കുന്നു. ഇതെല്ലാം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ളവരാരും മനുഷ്യരില്ലേ? അവരാരും വോട്ടർമാരില്ലേ? ഈ ചിന്ത അവർക്കുണ്ടാവില്ലേ? ഈ ചിന്ത അവർക്കുണ്ടാവുമല്ലോ. ഇപ്പൊ പ്രാദേശിക ഈ പാണക്കാട് തങ്ങളൊക്കെ വളരെ നല്ല ആള് എന്നൊക്കെ ഇപ്പോഴാണോ അദ്ദേഹത്തിന് തോന്നുന്നത്?
ഞങ്ങൾക്ക് പണ്ടേ അതിൻ്റെ അകത്ത് എതിരഭിപ്രായമില്ലോ. ഞാൻ എത്രയോ കാലമായി BJP ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ബിഷപ്പുമാരെയും ഇതുപോലെ മുസ്ലിം മത നേതാക്കളെയും ഒക്കെ നേരിട്ട് പോയി കാണുന്നു. ഇത് ആദ്യമായിട്ട് പോയി കാണുന്നതുകൊണ്ടാണ് ആ വിശാലത രാഷ്ട്രീയത്തിൽ നേരത്തെ ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത്. രാഷ്ട്രീയത്തിൽ എല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ, ഒരു മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ ഒരു രാഷ്ട്രീയം വിട്ടാൽ മാത്രമേ മറ്റൊരു മതവിഭാഗത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകൂ എന്ന് പറയുന്നിടത്ത് ഈ പുറത്തുപോകലിന്റെ ആരംഭം കുറിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാ. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? മലപ്പുറത്ത് തങ്ങളെ പോയി കാണുന്നത് വലിയ കാര്യമാണോ? എല്ലാവരും പോകാറില്ലല്ലേ? ആരാ പോവാത്ത? അവര് ഇപ്പോഴാണോ നല്ല മനുഷ്യരായിട്ട് തോന്നിയത്? ആ ചിന്താഗതി വരുമ്പോൾ ഉണ്ടല്ലോ, ആ ആളെ കുറിച്ചുള്ള മനസ്ഥിതി ജനങ്ങൾക്ക് വരികയാണ്. അത് പിന്നീട് ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രതികരിക്കുക? ഈ സരിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സരിൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും പഞ്ചായത്തുകളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ ലീഗിന്റെ അവരുടെ പാർട്ടിയുടെ ആളുകൾ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ, ഈ സാധാരണ സ്ഥാനാർത്ഥികൾ പറയുമല്ലോ കൂടെ ഉണ്ടാവണം എന്ന് പറയുമല്ലോ, അതുപോലെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ CPM പെട്ട അവരുടെ അനുഭാവിപ്പെട്ട ഒരു വനിത ചോദിച്ചു, സരിൻ ഉണ്ടാവുമെന്നാ സംശയമുള്ളൂ, ഞങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ അനുഭവം സരിന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിത് പഠിക്കാത്തതുകൊണ്ടാണ്. ഇതേ വിഷയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് കോൺഗ്രസിലും ഉണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസിൽ അത്യാവശ്യം പാലക്കാട് കുറേ നേതാക്കന്മാരുണ്ട്. അവിടെ ഉള്ളവർക്ക് അവിടുത്തെ സീറ്റുകൾ ആവശ്യമാണ്, അവർക്ക് അവിടെ മത്സരിക്കണം. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ വന്ന് അവിടെ വന്ന് സീറ്റ് ഉറപ്പിച്ച പിന്നെ ആ സീറ്റിന് ചെമ്പത്ത് കിട്ടത്തില്ല. ആ സീറ്റിന് അടുത്ത ഇലക്ഷൻ 2026 രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് UDF രാഷ്ട്രീയം അവിടെ ഇങ്ങനെ കലങ്ങി മറിയുന്നത്. പിന്നെ ഒരു വിഭാഗം ജനത്തെ മാത്രം ശ്രദ്ധിക്കുകയും മറ്റേ വിഭാഗം ജനത്തെ അങ്ങ് പാടെ തള്ളിക്കളയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കൊന്നുമില്ല. അവരുടെ മനസ്സിലും ആശങ്കയില്ല. ഞങ്ങൾ വോട്ടർമാരല്ലേ, 77% വരുന്ന ഞങ്ങൾ വോട്ടർമാരല്ലേ എന്നുള്ള ചിന്ത. ഈ ചിന്തയൊക്കെ ഈ രണ്ട് മുന്നണിയും ബാധിക്കും. ഇങ്ങനെ ഒരു ന്യൂനപക്ഷത്തിലെ പക്ഷപാതം കാണിച്ച് ഇത്ര വർഗീയത എടുത്ത് വിളമ്പിയ ഒരു ഇലക്ഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഒരു പരിധിവരെ വടകരയിൽ കുറേയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ വടകരയ്ക്ക് ശേഷം രണ്ടുപേരും കോൺഗ്രസ് എല്ലാ കാലത്തും വർഗീയത എങ്ങനെ നന്നായി പ്ലേ ചെയ്യാമെന്ന് അറിയാവുന്ന ഒരു പാർട്ടിയാണ്. CPM അത് വിദഗ്ധമായി മൂടി വെച്ചുകൊണ്ട് ചെയ്യുന്നവരാ. പക്ഷെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും വർഗീയത എന്ന് പറയുന്നതും മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാനുള്ള വ്യഗ്രത രണ്ടുപേരും കാണിച്ചു. താങ്കൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ തന്നെ ഒന്നുകൂടി അതിലേക്കൊന്ന് പോകണം. കാരണം അങ്ങനെ ഒരു വിജയം BJP ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള കണക്കുകൂട്ടലുകൾ പോലും ഇതിനകം കഴിഞ്ഞു കാണുമല്ലോ. എത്ര വോട്ടുകൾ പോൾ ചെയ്തു, നിങ്ങൾക്ക് അനുകൂലമായ എത്ര വോട്ടുകൾ ചെയ്തു, മറുഭാഗത്തിന് ഏതൊക്കെ വോട്ടുകൾ പോൾ ചെയ്തു, എല്ലാ വോട്ടർമാരെയും പാർട്ടി അനുഭാവികളെ അടക്കം പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരെ അടക്കം എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ കൃത്യമായൊരു കണക്കുകൂട്ടൽ CPM പോലൊരു പാർട്ടി ഇതിനകം എടുത്തു കാണും. അവിടെ ഉണ്ടായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണോ താങ്കളുടെ ഈ ഒരു വിലയിരുത്തൽ? ഒരു പോസിബിലിറ്റി ആണ് എങ്കിൽ പോലും അങ്ങനെ ചില കാര്യങ്ങൾ കൂടി CPM വിലയിരുത്തിയിട്ടുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല രഞ്ജു, ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞല്ലോ. പിന്നെ ശ്രീകുമാർ സാറും അതുപോലെ തന്നെ ഗോപകുമാർ സാറും ഒക്കെ പറഞ്ഞ BJP അല്ലെങ്കിൽ BJPയുടെ ചില അവകാശവാദങ്ങളും ഒക്കെ അത് ഞാൻ വാദത്തിന് വേണ്ടി നമ്മളത് അംഗീകരിച്ചു കൊടുത്ത് BJP ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ കഴിഞ്ഞ തവണ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പാറ്റേൺ എടുത്ത് നോക്കിയാൽ പൊതുവായി പറഞ്ഞാൽ 54,000 വോട്ട് UDFന് കിട്ടുന്നു, 50,000 വോട്ട് BJPക്ക് കിട്ടുന്നു, 36,000-ഓളം വോട്ട് LDFന് കിട്ടുന്നു, 1,40,000 വോട്ടുകൾ പോൾ ചെയ്തേക്കുന്ന കണക്ക്. ഇപ്രാവശ്യം ഏതാണ്ട് 1,37,000 സംതിങ് വോട്ടാണ് ഇവിടെ പോൾ ചെയ്തിട്ടുള്ളത്. ഈ പോൾ ചെയ്ത വോട്ടുകളിൽ ഏതാണ്ട് ഒരു 50,000-55,000 വോട്ട് UDFന് അല്ലെങ്കിൽ BJPക്ക് കിട്ടണമെങ്കിൽ ആ കുറവ് എവിടെ നിന്നുണ്ടാവണം? ഒന്നുകിൽ UDFൽ നിന്ന് ചോരണം, അല്ലെങ്കിൽ LDF, അല്ലെങ്കിൽ LDFന് വോട്ട് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞു. ഞങ്ങൾ ഒരു നിലയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ള ഞങ്ങളുടെ വോട്ട് ഗണ്യമായി വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു, പല കാരണങ്ങൾ കൊണ്ട് വോട്ട് വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വോട്ട് കുറയാതിരിക്കുകയും ഞങ്ങളുടെ വോട്ട് കൂടുകയും ചെയ്തു. പിന്നെ BJPക്ക് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? UDFന്റെ വോട്ട് വലിയ രൂപത്തിൽ കുറയണം. ഇപ്പൊ കഴിഞ്ഞ തവണ പാലക്കാട് നഗരത്തിൽ വലിയ മേൽക്കൈ BJP ഉണ്ടാക്കി.
ആ മേൽക്കൈയെ UDF എങ്ങനെയാണ് മറികടന്നത്? പിരായിരി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വലിയ ഭൂരിപക്ഷമാണ് UDFന് പാലക്കാട് നഗരത്തിൽ ശ്രീധരൻ ഉണ്ടാക്കിയ മെജോറിറ്റിയെ മറികടക്കാൻ സഹായിച്ചത്. മറ്റ് 2 സ്ഥലത്തും എന്തുകൊണ്ടാണ് ശ്രീധരൻ പരാജയപ്പെട്ടത്? കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും 3ാം സ്ഥാനത്തെ അദ്ദേഹത്തിന് എത്താൻ വേണ്ടി പറ്റിയുള്ളൂ. അതുകൊണ്ടാണ് BJPക്ക് കഴിഞ്ഞ തവണ പരാജയം ഉണ്ടായത്. വളരെ ചെറിയ മാർജിനിലാണ് UDF ജയിച്ചത്. അപ്പോ BJPയുടെ ജയം സംഭവിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 10,000, 12,000, 15,000 വോട്ട് UDFൽ നിന്ന് ചോർന്ന് BJPയിലേക്ക് എത്തിയാൽ മാത്രമേ BJPയുടെ വാദം അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് പോലെ സംഭവിക്കാനിടയുള്ളൂ. ഒരിക്കലും അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതില്ല. കാരണം ഈ ചിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ BJP തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും വൈകിയാണ് അവർക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു രംഗത്തും BJP അങ്ങനെ ചർച്ചയിലുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും LDFും UDFും തമ്മിലുള്ള മത്സരമാണ് പാലക്കാട് മണ്ഡലത്തിൽ നടന്നത്. പിന്നെ ഇവിടെ ശ്രീകുമാർ സാറും അതുപോലെ തന്നെ ഗോപാൽ സാറും ഒക്കെ പറഞ്ഞു, കേരള ഭരണത്തെ സംബന്ധിച്ച് 8 വർഷമായി അല്ലെങ്കിൽ 8.5 വർഷത്തോളമായി നിലനിൽക്കുന്ന ഒരു സർക്കാരിനെതിരായി രൂപപ്പെടാനിടയുള്ള, സ്വാഭാവികമായും കേരളം നമ്മളൊരു അരനൂറ്റാണ്ടിന്റെ കേരള ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഭരണത്തിനെതിരായ ഒരു വികാരം രൂപപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കേരളം. എന്നാൽ കഴിഞ്ഞ 8 വർഷമായി നിലനിൽക്കുന്ന ഈ സർക്കാരിന്റെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ചർച്ച പോലും ആയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അത് ചർച്ചയാക്കാൻ പോലും UDFന് കഴിഞ്ഞിരുന്നില്ല. തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ ഇന്നലെ വരെ തിരഞ്ഞെടുപ്പിന്റെ ചർച്ച എന്തായിരുന്നു? ആ ചർച്ചയിൽ എവിടെയെങ്കിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നോ? തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് ഡിസിഷനിലേക്ക് ആളുകൾ പോകുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി 6 റാലികളിൽ പങ്കെടുത്ത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ആ വികസനത്തിനൊപ്പം നിൽക്കാൻ പാലക്കാട് മണ്ഡലത്തിന് സാധിക്കാതിരുന്നതും ആ വികസനത്തിന് ഇനിയൊരു തുടർച്ച ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അതിവേഗത്തിൽ പാലക്കാട് നഗരത്തിൽ ആ വികസനം മുന്നോട്ട് പോകണമെങ്കിൽ LDF സ്ഥാനാർത്ഥി ജയിച്ചു വരണം എന്നൊക്കെ ഉള്ളതിന് വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് നഗരത്തിൽ BJPക്ക് നിലവിൽ മെട്രോമാന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ശ്രീധരന് കിട്ടിയ വോട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 8-9 വർഷമായി ഭരണം നടത്തുന്ന BJPയുടെ നഗരസഭാ ഭരണത്തിനെതിരായി വലിയ എതിർപ്പാണ് പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ, നഗരത്തിലെ വ്യാപാരികൾക്കിടയിൽ, BJPക്ക് ഒപ്പം നിന്നിരുന്ന വലിയ ജനവിഭാഗങ്ങൾക്കിടയിൽ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊരു വലിയ അവകാശവാദം ഇപ്പോ ഇന്നത്തെ ദിവസം ഈ സായാഹ്നത്തിലിരുന്ന് ഉന്നയിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് ഒരു 10-36 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ മതനിരപേക്ഷമായി അല്ലെങ്കിൽ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി പോൾ ചെയ്യപ്പെട്ടിരുന്ന വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുമോ ഈ തെരഞ്ഞെടുപ്പിൽ? കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ? RSSകാരനായിട്ട് തന്നെയാണ് സന്ദീപ് കോൺഗ്രസിൽ നിൽക്കുന്നത്. അതല്ലേ പ്രശ്നം. ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ച് നേരെ പാണക്കാട്ടേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് കോൺഗ്രസ് ഇവിടെ വരുത്താൻ ശ്രമിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസ്താവന തല്ലി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം 19-ാം തീയതി രാവിലെ ശ്രീ സന്ദീപ് വാര്യർ നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം RSSന്റെ കാര്യാലയത്തിന് വിട്ടു നൽകും എന്ന് പരസ്യമായി ജനങ്ങളോട് പറയാൻ മടിയില്ലാത്തയാളായി. എന്ന് വെച്ചാൽ BJP ബന്ധം മാത്രമേ ഉപേക്ഷിച്ചുള്ളൂ. ഇപ്പോഴും RSS ആയി സന്ദീപ് നിൽക്കുകയാണ്. ആ RSSകാരനെ പേറുന്ന കോൺഗ്രസിനൊപ്പം മതനിരപേക്ഷവാദിയായ പാലക്കാട്ടെ ജനങ്ങൾ നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരാളുടെയും വോട്ട് അങ്ങനെ കോൺഗ്രസിന് ലഭിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലാ നിലയിലും പിഴവാണ് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾ കരുതുന്നു. ശ്രീകുമാർ സാർ, ഇവിടെ ഈ ജിജി ചൂണ്ടിക്കാട്ടി 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ സന്ദീപ് വാര്യർ അങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു ഗുണവും കോൺഗ്രസിന് ചെയ്യില്ല. നമുക്കറിയാം, മുരളീധരൻ തന്നെ ഈ വിഷയത്തിൽ പലതവണ പറയാതെ പറഞ്ഞു വെച്ച അസംതൃപ്തി വലിയ തോതിലുണ്ട്. പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്ന കാര്യത്തിലൊക്കെ നമുക്ക് പൊതുസമൂഹം തന്നെ ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത്രയും നാൾ ഇവരെയൊക്കെ ഇങ്ങനെ ചാനലിൽ കൂടി പരസ്യമായി എതിർത്തുകൊണ്ടിരുന്ന ആൾ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് മാറ്റുന്നു, അവരെ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന അങ്ങനെ ഒരുപാട് കൗതുക കാഴ്ചകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. മറ്റൊന്നാണ് ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. സന്ദീപ് വാര്യരെയൊക്കെ കോൺഗ്രസിൽ എടുത്തത് ഇതുവരെയും ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിക്കായിട്ടുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. അതാണ് മുരളീധരൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചത്. അങ്ങനെ മറ്റൊന്നാണ് ഈ മുനമ്പം വിഷയം. നമുക്കറിയാം, അവിടെ ചെന്ന മുനമ്പത്തി സന്ദർശിച്ച ഒരേ ഒരു മുന്നണി സ്ഥാനാർത്ഥി ഒരാൾ കൃഷ്ണകുമാറാണ് BJPയുടെ. 10,000
16,000 ക്രൈസ്തവ വോട്ടുകളുള്ള ഒരു സ്ഥലത്ത് അത് തൃശ്ശൂരിലൊക്കെ അവർക്ക് ഗുണം കിട്ടിയതുപോലെ ഇവിടെയും ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു ഘടകമാണ്. UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് BJP എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതെ, നോക്കൂ, ഇവിടെ BJP പ്രതിനിധി CPM പ്രതിനിധി പറയുന്നത് അവർ അവരുടെ രാഷ്ട്രീയം പറയുകയാണ്. ഞാൻ നോക്കൂ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്തിട്ട് ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം കണ്ടത്. അത് ഒരു വിഭാഗത്തിൽ എന്തായാലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതാണ് ചർച്ച ചെയ്യുന്നത്. സന്ദീപ് വാര്യർ നല്ല മനുഷ്യനാണെന്നും സന്ദീപ് വാര്യർ നട്ടലുള്ളയാണെന്നും പറഞ്ഞ് CPM അതും ജനങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത്. അപ്പൊ ആ നല്ല മനുഷ്യനെ കോൺഗ്രസ് സ്വീകരിച്ചു എന്നാണ് VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം പാണക്കാട്ട് പോയതാണ് ഇപ്പോൾ ചർച്ച. പാണക്കാട്ടേക്ക് പറഞ്ഞു വിട്ടത് കോൺഗ്രസ് ആയിരിക്കണമല്ലോ. കാരണം എന്താണ്, പാണക്കാട്ട് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം അവിടെ പ്രധാനമാണ്. ആ രണ്ട് പ്രതികരണവും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം കേട്ടു. സന്ദീപ് വാര്യർ BJP വിട്ട് മതേതര പാർട്ടിയിലേക്ക് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവര് രണ്ടുപേരും പാണക്കാട്ട് സ്വീകരിച്ചു. അത് മുസ്ലിം ജനവിഭാഗം കാണുന്നുണ്ടല്ലോ. CPM സന്ദീപിനെ കുറിച്ച് പറഞ്ഞത് മുസ്ലിം ജനവിഭാഗം കാണുന്നുണ്ടല്ലോ. ഈ വോട്ടർമാരെന്ന് പറഞ്ഞാല് ഇതിലത്തെ സംഘടിതരായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയുള്ളവരുണ്ട്. CPM-ലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും BJP-യിലൊക്കെ ഉണ്ട്. അവർക്ക് ഇത് കാണുന്നുണ്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം, മുനമ്പത്തെ കുറിച്ച് പറഞ്ഞു. മുനമ്പത്ത് അവിടുത്തെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹം വോട്ടുകൾ പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന ചിഹ്നത്തിൽ നിന്നും മാറ്റും എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് പാലക്കാട്ട് BJP സ്ഥാനാർത്ഥി ഓടി മുനമ്പത്തെ പന്തലിലെത്തി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ അവിടെ എത്തി പിതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി പ്രശ്നം തീർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് ആർക്കാ തിരിച്ചടിയായത്? BJP-ക്കല്ലേ. എന്തുകൊണ്ട് ഈ ചർച്ച കൃത്യമായി നടത്താതെ ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോയി? അതാർക്കാ തിരിച്ചടി ഉണ്ടാക്കുന്നത്? CPM-നല്ലേ. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും എല്ലാ ക്രൈസ്തവരും BJP വോട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു മണ്ടത്തരമാണത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഈ സ്ഥാനാർത്ഥി രഞ്ജിത്ത് പറഞ്ഞ മാറ്റം, കോൺഗ്രസിൽ നിന്നും സരീൻ പോയതും BJP-യിൽ നിന്നും സന്ദീപ് വന്നതും ഒരേപോലെ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ സരീൻ CPM-ൽ പോയിട്ട് സ്ഥാനാർത്ഥിയായപ്പോൾ മത്സരിച്ചത് ചിഹ്നത്തിലല്ലെന്നുള്ള ആക്ഷേപം ആദ്യം വന്നത് പാലക്കാട് നിന്നാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് സരീൻ കോൺഗ്രസ് വിട്ട് CPM-ൽ പോയത് ആർക്കാ വിഷമമുള്ളത്? അതാണ് ചർച്ച ചെയ്തത്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർ RSS കാരനാണെന്നും അതിൽ മാറ്റമില്ലെന്നും ഇപ്പോഴും നമ്മുടെ സുഹൃത്ത് നിതീഷ് കണിച്ചേരി പറയുന്നത്. അപ്പോൾ ജനം ചിന്തിക്കുന്ന എന്താണ്, AK ബാലനും മന്ത്രി രാജേഷും പറഞ്ഞതാണ് നല്ല മനുഷ്യൻ, നട്ടലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞില്ലേ? അത് കേട്ടവരല്ലേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോഴും വോട്ട് ചെയ്യാൻ പോയത്? അപ്പൊ പിന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് എങ്ങനെയാ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത്? എങ്ങനെയാ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത്? പറഞ്ഞതാരാ? കോൺഗ്രസിലെ ചില പ്രശ്നങ്ങളുടെ പേരിൽ അടങ്ങി നിൽക്കുന്നവര്. K മുരളീധരൻ കോൺഗ്രസുമായി ചില പ്രശ്നങ്ങൾ ഇടങ്ങി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയും പിന്നീട് അവിടെ പോയി സന്ദീപ് വാര്യരുമായിട്ട് ആശ്ലേഷിക്കുകയും സന്ദീപ് വാര്യരെ പുകഴ്ത്തുകയും ചെയ്തത് കണ്ടിട്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോയത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? പാണക്കാട് പോയത് കണ്ടു, അവിടുത്തെ ലീഗ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടെ പുകഴ്ത്തുന്നത് കണ്ടു, മുരളീധരൻ പുകഴ്ത്തുന്നത് കണ്ടു, CPM-കാർ പുകഴ്ത്തുന്നത് കണ്ടു, മുനമ്പത്തെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് പിതാക്കന്മാരായിട്ട് ചർച്ച നടത്തുന്നത് കണ്ടു. അപ്പൊ ഇത് കാണുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും വോട്ട് മാറ്റി ചെയ്യാൻ തോന്നുമോ? തീർച്ചയായും സന്ദീപ് വാര്യർ RSS എന്ന് ഇത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജനങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾ ആരാ പറഞ്ഞതെന്ന് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഇതെല്ലാം കേട്ടവരല്ലേ വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് ആകെ പ്രശ്നമായി, മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം വിരുദ്ധൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞത് ഇപ്പോൾ RSS-കാരനാണെന്ന് പറയുന്ന CPM അല്ലേ? അത് കണ്ട ഒരാളല്ലേ പിന്നെ കോൺഗ്രസിലേക്ക് വന്നത് കാണുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ CPM പറഞ്ഞാൽ എന്താ, അയാൾക്ക് അസുള്ള എന്താ? ഒരു മനുഷ്യൻ നല്ല മനുഷ്യനെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എടുത്തു എന്നാണ് സതീശൻ പറഞ്ഞത്. അപ്പൊ ഇതൊന്നും ഒക്കെ ചർച്ചയില്ല. അവിടെ ചർച്ചയായിട്ട് വന്നത് എന്താണ്? ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അത് അവസാനം വരെ നിലനിന്നു. ഗോപകുമാർ, ഇവിടെ വിഷയങ്ങൾക്ക് യാതൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഫ്ലോറിൽ എത്രയോ തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഉണ്ടായ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ
യഥാർത്ഥ വിഷയങ്ങൾ പാലക്കാട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് വിവാദ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായി ഇത് മാറി എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടല്ലോ. അതെന്ത് ആർക്ക് ഗുണം ചെയ്യും, എന്ത് ഗുണം ചെയ്യുമെന്നോ കാത്തിരുത്ത് കാണണം. പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ ജനത്തിനിടയിലേക്ക് പോവുകയും ജനം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത്. അതെ, അത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട ദിവസവും ചാനലുകളൊക്കെ അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ ലൈവായിട്ട് കവർ ചെയ്യാനുള്ള നടപടികളെടുത്തത് ദൂരെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അവിടെയൊക്കെ ദൈനംദിന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഭരണവുമായി അനുകൂലമായും പ്രതികൂലമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ദേശീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെറിയ നേതാക്കന്മാരാണ് നടത്തിയെങ്കിലും അത് കാണാൻ വന്നിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ടൗൺ ഹാൾ മീറ്റിംഗ്സും ചെറിയ ചെറിയ മീറ്റിങ്ങുകൾക്കും അതിന് ആദ്യഘട്ടങ്ങളിൽ അത് നന്നായിട്ട് പോയി. പിന്നീട് വിവാദങ്ങളിലേക്ക് പോയി. ആ വിവാദങ്ങളിലേക്ക് പോയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്കായി. അപ്പോൾ അതിൽ സരിൻ്റെ വരവ്, അതിനോടൊപ്പം അദ്ദേഹം വന്നുടനെ തന്നെ ഒരു കടുത്ത ഇടതുപക്ഷക്കാരനാണെന്നുള്ളൊരു ഭാവം കാണിച്ചു. അതുകൊണ്ട് പാർട്ടിക്ക് അണികളെല്ലാം ഒരുപോലെ ഒന്നിച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷേ എന്നിട്ട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചിഹ്നം മാറ്റി ഒരു പുതിയ ചിഹ്നത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അതൊരു കോൺട്രവേഴ്സി. പിന്നെ അതിനെ ന്യായീകരിക്കാനായി വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സെൻസേഷണലിസത്തിലേക്ക്, കോൺട്രവേഴ്സീസിലേക്ക് പോയത്. വട്ടിയൂർക്കാവുമായിട്ട് ഒരു താരതമ്യമില്ലാത്തൊരു സാഹചര്യമാണ് സരിന്റെ സ്ഥാനാർത്ഥിത്വവും പാലക്കാടും തമ്മിൽ. എന്നിട്ട് അതിലേക്ക് പോയി. പിന്നീട് ഈ വിവാദ വിഷയങ്ങളിലേക്ക് വന്നു. വിവാദ വിഷയം ഒന്നൊന്നായി വന്നപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളുടെ ചർച്ചയിൽ നിന്ന് അത് മാറി എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന രംഗത്ത് സന്ദീപ് വാര്യറും സരിനും വീണ്ടും വീണ്ടും പ്രസക്തിയിൽ വന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ കുറച്ച് കാണിക്കാൻ കാരണമാക്കി. ഇത് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ട്രെൻഡുകളിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് അത് UDF അനുകൂലമാണ്, രണ്ടാം സ്ഥാനത്ത് BJP ആണ് എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ ഡോക്ടർ ഗോപകുമാർ, ഒപ്പം ജിജി ജോസഫ്, ശ്രീ നിതിൻ കണിച്ചേരി, ഒപ്പം ശ്രീ N ശ്രീകുമാർ ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പാലക്കാട്ടെ അവസാന ഫലം അറിയാൻ. പാലക്കാട് മാത്രമല്ല ചേലക്കരയും വയനാടും കാത്തിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ വോട്ടിംഗ് നടന്ന പ്രദേശങ്ങൾ. അത് എന്താകും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമോ ഈ ഫലങ്ങൾ എന്നതുകൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം PD പോലുള്ള പ്രേക്ഷകരോട് ചോദിച്ചത് പാലക്കാട്ട് 3-ൽ നിന്ന് കരകയറുമോ CPM എന്നുള്ളതായിരുന്നു. കരകയറില്ല എന്നാണ് 72% ആളുകൾ അഭിപ്രായപ്പെട്ടത്. കരകയറുമെന്ന് പറഞ്ഞത് 24% ആളുകൾ മാത്രമാണ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.